ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു PCOD കഥയായിട്ടാണ്. അതായത് എന്റെ PCOD ജേണി. നമുക്ക് വെയിറ്റ് ലോസ് ജേണി, വെയിറ്റ് ഗെയിൻ ജേണി, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ജേണി, അങ്ങനെ കുറെ ജേണീസും വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യമായിട്ടായിരിക്കും ഒരു PCOD ജേണി പറയുന്നത്. അതായത് എനിക്ക് PCOD വന്നതും ഇപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളോട് പറയാം. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക ഇങ്ങനെ ചേച്ചി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ എന്താണ് PCOD? ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു വാക്കാണ് PCOD, അതായത് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. അതായത് നമ്മുടെ സ്ത്രീകളില് നമ്മുടെ ഈ അണ്ടാശയങ്ങളില്, അതായത് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ അതിന്റെ ഡ്യൂട്ടി. അവിടെ ചെറിയ ചെറിയ സിസ്റ്റ് ഒക്കെ പോലെ വന്നിട്ട് നമുക്ക് പീരിയഡ്സ് ഇറഗുലർ ആവുക, നാക്കുടിക്കുക, നമ്മുടെ പീരിയഡ്സ് ഇറഗുലർ ആവുക, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫേസിലൊക്കെ ഇതുപോലുള്ള പിമ്പിൾസ് ഒക്കെ വരിക, പിന്നെ നമ്മുടെ ഹെയർ ലോസ് ഉണ്ടാവുക, നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുക, വെയിറ്റ് ലോസ് ആവുക, മൂഡ് സ്വിങ്സ് വരിക, കരച്ചിൽ വരിക, അങ്ങനെ പല 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 പ്രശ്നങ്ങളാണ് ഈ PCOD കൊണ്ട്. അതായത് ഹോർമോണൽ ഇൻബാലൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല രീതിക്കാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. എല്ലാവരെയും ഒരേപോലെ ആയിരിക്കത്തില്ല. ചിലർക്ക് നല്ലോണം വെയിറ്റ് ഗെയിൻ വെക്കും, ചിലർക്ക് വെയിറ്റ് ലോസ് വെക്കും, ചിലരുടെ ഹെയർ നല്ലതുപോലെ പോകും, ചിലർക്ക് ഹെയർ ഫാൾ കാണത്തില്ല, ചിലർക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് വരും, പിന്നെ അങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കും. പല രീതിക്കായിരിക്കും പലർക്ക്. ചിലർക്ക് മൂഡ് സ്വിങ്സ് കാണും, ചിലർക്ക് ഹോർമോണിന്റെ ചേഞ്ച് കാണും, ചിലർക്ക് അത് കാണത്തില്ല, ചിലർക്ക് എല്ലാ ദിവസവും പീരിയഡ്സ് വരും പക്ഷെ PCOD ആണ്. അങ്ങനെ പല രീതിക്ക് ഇത് പല രീതിക്കാണ്. അതായത് നമുക്ക് അവിടെ ഒരു വെള്ളം കെട്ടി നിൽക്കുക എന്നുള്ള ഒരു രീതിക്കാണ്. ചിലർക്ക് കുട്ടികൾ ഉണ്ടാവാൻ വരെയുള്ള ചാൻസിനെ ഇതിനെ തന്നെ ഇത് ബ്രേക്ക് ചെയ്യുന്ന അത്രയും വലിയൊരു പ്രശ്നമാണ് ഈ PCOD എന്ന് പറയുന്നത്. ഇതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇത് പണ്ട് തൊട്ടേ ഇതായി വരുന്ന ഒരു അസുഖമൊന്നുമില്ല. നമ്മൾ ഇപ്പോഴല്ലേ നമ്മൾ ഈ PCOD എന്ന് പറഞ്ഞൊരു വേർഡ് കേൾക്കുന്നത്. എന്നോട് ഇങ്ങനെ ആരാണ്ട് ഇങ്ങനെ പറഞ്ഞു PCOD എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് കുറെ നാൾക്ക് മുമ്പ്. അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയസും കാര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റും ഒക്കെ മാറിയ ഒരു ടൈമിൽ ഇങ്ങനെ PCOD എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ വലിയൊരു അസുഖം. പിന്നെ അവിടെ തൊട്ട് ഇവിടെ തൊട്ടാലും എല്ലായിടത്തും PCOD. ഇപ്പൊ എനിക്കും ഒരുമിച്ച് PCOD ഉണ്ട്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒത്തിരി പേർക്ക് PCOD ഉണ്ട്. അപ്പം ഇപ്പൊ അത് കോമൺ ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോ ഡോക്ടറിന്റെ അടുക്ക ചെന്നാൽ തന്നെ ഡോക്ടർ PCOD അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് വലിയ ഇത് വെക്കേണ്ട കാര്യമില്ല, മാറിക്കോളും. നോർമലി അത് മാറിക്കോളും. നമ്മൾ ആ ഒരു രീതിക്ക് ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇത് നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നല്ലപോലെ നമ്മളെ ബാധിക്കും. നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ആയാലും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ആയാലും എല്ലാത്തിനെയും നല്ല രീതിക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ PCOD. ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പൊ നമ്മളെല്ലാരും പുറത്തുനിന്ന് ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമോ 4 ദിവസമോ ഒക്കെ മിക്കവാറും എല്ലാവരും ഷവർമയും അൽഫാമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാരും തോനെയും എന്താണ് IT ഫീൽഡും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് സിസ്റ്റത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ബോഡി അങ്ങനെ ഒരു എക്സർസൈസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പണ്ടുള്ള കാലത്തൊക്കെ ഇപ്പൊ അമ്മയുടെ ഒക്കെ ആ ഒരു ടൈമിലൊക്കെ അമ്മ PCOD എന്ന് പറയുമ്പോഴേ PCOD എന്താണെന്ന് അറിയില്ല. ആർക്കും PCOD ഇല്ല. കാരണം നല്ലപോലെ എല്ലാവരും അന്ന് ആരും ജിമ്മിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ കുത്താനായാലും അരയ്ക്കാനായാലും ഇടിക്കാനായാലും അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അവർക്കൊന്നും PCODയുടെ കാര്യം, ഈ മൂഡ് സ്വിങ്സ് വരാനുള്ള ടൈമില്ല. അവരൊക്കെ ജോലി അന്വേഷിക്കുന്നു, ജോലി ചെയ്യുന്നു, പഠിക്കാൻ പോകുന്നു, അങ്ങനെ പല പല കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒരു കല്യാണം വന്നാലും എന്ത് വന്നാലും ഒത്തിരി ജോലികളാണ്. ഇപ്പല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നമ്മൾ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്നു, ആരും ഒന്നും അറിയണ്ട, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളിലോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു ടൈമിലൊന്നും PCOD ഇല്ല. ഇപ്പൊ ഈ ഒരു ടൈമിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റും ലൈഫ് സ്റ്റൈലും ഒക്കെ മാറുന്നതിന്റെ ബേസിലാണ് ഈ ഒരു സാധനം വന്നു ചേരുന്നത്. ചിലർക്ക് വരും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള മെയിൻ ഒരു കാര്യം എക്സർസൈസ് തന്നെയാണ്. അപ്പൊ എനിക്ക് PCOD ആയത് എനിക്കിപ്പോ 25 വയസ്സുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പം ഈ ഒരു ടൈമിലാണ് ഈ ഒരു PCODയുടെ മൂർധന്യാവസ്ഥയിലോട്ട് ഞാൻ വന്നതിന്റെ ഒരു കാരണം എനിക്ക് ഒരു 2-3 വർഷം മുമ്പ് കോവിഡ് വന്നതിന് ശേഷം എനിക്ക് ജസ്റ്റ് ഒരു PCODയുടെ പീരീഡ്സ് അങ്ങനെ റെഗുലർ ആയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഓക്കെ ആയി. എന്നാലും ഡേറ്റിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞ ആ ഒരു ടൈമിൽ ഇപ്പം ഒരു 6 മന്ത് അല്ലെ ഒരു 1 ഇയർ ആയി കാണും ഇങ്ങനെ ഇറഗുലർ ആണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പക്ഷെ എനിക്ക് ഈ ഹെയർ ഫാള്, പിമ്പിൾസ്, മൂഡ് സ്വിങ്സ് ഇങ്ങനെയുള്ള ഒരു കാര്യമില്ലായിരുന്നു.
പക്ഷെ ഇപ്പോൾ എന്റെ മുഖം കണ്ടില്ലേ, എന്റെ മുഖം നിറച്ച് കുരുവാണ്. പിന്നെ എനിക്ക് ഹോർമോൺ ഇൻബാലൻസ് ആണ്. അതുപോലെ തന്നെ ഹെയർ ഫാൾ ഇല്ല, ദൈവം സഹായിച്ച് കഴുത്തിന് ചുറ്റും കറുപ്പും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എന്റെ മെന്റൽ ഹെൽത്ത് മൊത്തത്തിൽ ഡൗൺ ആണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. മെയിൻ ഒരു കാര്യം ഈ ഒരു PCOD തന്നെയാണ്. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു, ഇപ്പൊ നമ്മൾ ചില വീഡിയോയിലൊക്കെ കാണും ജിം എന്ന് പറയുന്ന പ്ലാസ്റ്റിക് സർജറി പോലെയാണ്. അത് ശരിക്കും ഉള്ള കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നല്ലപോലെ വർക്കൗട്ട് ചെയ്യാൻ ഇതാക്കുക. ജിമ്മിലായാലും വീട്ടിലായാലും വർക്കൗട്ടിൽ നല്ലോണം ഫോക്കസ് ചെയ്യുക. നല്ല ഡയറ്റ്, നല്ലപോലെ ഡയറ്റ് എടുക്കുക. ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഒരു ടൈമിൽ ഡയറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഡയറ്റ് ആണ്, ഷുഗർ ഒക്കെ കട്ടാണ്, എന്നാലും ഡയറ്റ് ഉണ്ട്. എന്നാലും പുറത്തുനിന്നുള്ള ഈ ഫുഡ്, പാക്കേജ് ഫുഡൊക്കെ കുറവാണ്. എന്നാലും അപ്പൊ എന്ന് വെച്ചാൽ ഇതെങ്ങനെയും ഈ പിമ്പിൾസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ്. കാരണം നേരത്തെ ഞാൻ ഇതിന് വലിയ ഇത് കൊടുത്തു, പിമ്പിൾസ് ഒക്കെ വന്ന് നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആയ ഒരു ടൈമിൽ ഞാൻ ഇതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ എന്നെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന, വലിയ കാര്യമാക്കാതിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അതിനെപ്പറ്റി കാര്യമായിട്ട് ചിന്തിക്കുക. കാരണം ഇതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക, വർക്കൗട്ട് ചെയ്യുക, ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുക, കാര്യങ്ങൾ ചെയ്യുക, എൻഗേജ്ഡ് ആവുക. ഈ മൂഡ് സ്വിങ്സും കാര്യങ്ങളെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പൊ ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഞാൻ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയപ്പോഴും ഡോക്ടർ പ്രത്യേകിച്ച് എനിക്ക് ടാബ്ലറ്റ് ഒന്നും ഡോക്ടർ തന്നില്ല. ഡോക്ടർ പറഞ്ഞ ടാബ്ലറ്റ് കഴിച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാനേ പറ്റും. ഞാൻ ടാബ്ലറ്റ് ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഇത് താനെ വന്നു. പക്ഷെ എനിക്ക് പീരിയഡ്സ് വരാറുണ്ട്, അത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ ചില ഏതെങ്കിലും നേരത്തെ ഏതോ ഒരു മാസത്തെ ഇതോട്ട് സ്കിപ്പ് ആയിരുന്നു. എന്നാണ് ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ജസ്റ്റ് ഇത് സ്കാൻ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ PCOD ഇത് അറിയുന്നത്. അതിന് മുമ്പ് എനിക്കറിയാം ഇത് PCOD ആണ് എന്നുള്ളൊരു ഇതിക്ക് അറിയുന്നത്. ഞാൻ സ്കാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ വലിയ സംഭവമായിട്ട് ഇതിനെ എടുത്തിട്ടേ ഇല്ലായിരുന്നു. അപ്പം എന്റെ ഒരു ജേണി ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പോഴും ഞാൻ സ്റ്റിൽ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഈ ഒരു PCOD ഈ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രഗിളിങ് ആണ്. ഹെയർ അല്ല, ഫേസ് ഫുള്ള് പിമ്പിൾസ് ആയി, ഹോർമോണിന്റെ ചേഞ്ച് വന്നു. എനിക്ക് വെയിറ്റ് ലോസ് ആണ് ആയത്, എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്തില്ല, വെയിറ്റ് ലോസ് ആയി. അതുപോലെ എനിക്ക് വിശപ്പില്ലാണ്ടായി, മൂഡ് സ്വിങ്സ് ആയി, ഭയങ്കരമായ പ്രശ്നങ്ങളും കാര്യങ്ങളിലൂടെയാണ് ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത്. അപ്പം എന്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പലരാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിതിനെ ഓവർകം ചെയ്തെടുക്കാം. നല്ല ഒരു ഡയറ്റ്, എക്സർസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പഴയ ആ ഒരു രീതിയിലോട്ട് റിവേഴ്സ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ആയാലും ബോഡി ആയാലും നമ്മുടെ മൈൻഡിനെ ആയാലും എടുക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അതാണ് എന്റെ ഒരു PCOD ജേർണി എന്ന് പറയുന്നത്. ഇപ്പൊ ഞങ്ങളുടെ വീഡിയോ ചെയ്യാൻ കാരണം എന്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന പലരും കാണും ഇതിനെ ഒരു ചെറിയ കാര്യമാക്കി എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ കാണുന്ന പിള്ളേരായാലും അമ്മമാരായാലും ഉടനെ തന്നെ, നിങ്ങൾക്ക് പിള്ളേർക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആദ്യം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. എന്നിട്ട് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേൾക്കുക, അതനുസരിച്ച്. അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡയറ്റും വർക്കൗട്ടും. ഇപ്പൊ എല്ലാവരും ജിമ്മിലൊക്കെ പോവുകയും ചെയ്തു. വീട്ടിലൊക്കെ വർക്കൗട്ട് കണക്കാണ്, എല്ലാവരും ഒന്നും ചെയ്യത്തില്ല. ജിമ്മിലൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ ചെയ്തു പോകും. അതാകുമ്പോൾ നമ്മുടെ ബോഡിയും സെറ്റ് ആവും, എല്ലാം സെറ്റ് ആവും. ഞാൻ ഇപ്പൊ ജിമ്മിൽ പോയിട്ട് കുറച്ചാളായാലും ജിമ്മിൽ പോകണം, എന്നാലേ പഴയ രീതിക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, ഈ പിമ്പിൾസ് ഒക്കെ മാറ്റാൻ പറ്റും, ഹോർമോണൊക്കെ ഓക്കെ ആക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ഒരു PCOD ജേർണി എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ ഒരു ജേർണി ഉണ്ട്, നീ ഒരു ജേർണി കൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.